ഈ PC ജോർജ് ഇനി ജയിക്കുമോ? ഇനി പുള്ളി നിന്നിട്ട് വേണ്ട ജയിക്കാൻ. മത്സരമില്ലല്ലോ ഇനി, പിന്നെ എങ്ങനെ ജയിക്കും? അത് കുറവാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സാധ്യത പുള്ളി BJP സ്ഥാനാർത്ഥി ജയിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ജയിക്കത്തില്ല. ഭാഷ്യംകുളത്തിൽ നിന്ന ഭാഷ്യംകുളത്തിൽ ജയിക്കുകയുള്ളൂ. ഉറപ്പാണ്? 100%, 100%. ഇല്ല, ഇവിടുത്തെ ട്രെൻഡ് അനുസരിച്ച് UDF-ഉം LDF-ഉം പിന്നെ BJP കൂടെ ത്രികോണ മത്സരം സജീവമാണെങ്കിൽ PC ജോർജിനെ തോൽപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ UDF-ന് LDF വോട്ട് ചെയ്യുന്നവരും ചിലപ്പോൾ UDF LDF വോട്ട് ചെയ്യുന്നവരും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കില്ല, ഒരു കാരണവശാലും ജയിക്കില്ല. സെബാസ്റ്റ്യൻ കുളത്തിങ്കലോ? സെബാസ്റ്റ്യൻ കുളത്തിൽ ജയിക്കുമായിരിക്കും. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടല്ലോ. കാരണം അവൻ്റെ വായി കിടന്ന നാക്ക് മോശം, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് അരിതപ്പള്ളി വരെ പോകണമെങ്കിൽ 2 മണിക്കൂർ പുള്ളിക്ക് വേണമായിരുന്നു. കാരണം അത്രയും മനുഷ്യനുമായിട്ട് വർത്താനവും പറഞ്ഞ് ഈ ചായക്കടയിൽ കയറി ഇരുന്ന് ചായയും കുടിച്ച് സിഗരറ്റും വലിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരിടത്ത് കയറുകയില്ല, ഒരിടത്ത് ഇറങ്ങുകയില്ല. കാരണം മനുഷ്യൻ വെറുത്ത് വീട്ടിൽ നിന്ന് അരിതപ്പള്ളി വരെ പോകണമെങ്കിൽ 2 മണിക്കൂർ പോകണം. അപ്പം മനുഷ്യനോടെല്ലാം വർത്താനവും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പം താമസം വരെയല്ലേ. ഇപ്പോൾ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അപ്പോൾ ഇവൻ്റെ കയ്യിലിരിപ്പുകൊണ്ടല്ലേ വന്ന് അല്ലേ? PC ജോർജ് ഇവിടെ നില കേരളത്തിലോടൊന്നും ജയിക്കാൻ PC ജോർജ് കേരളത്തിലോടൊന്നും PC ജോർജ് ജയിക്കാൻ കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമല്ലോ PC ജോർജിൻ്റെ പ്രവർത്തികളും നാക്കും സംസാരവും. കേരളത്തിൽ ഒരിടത്തും PC ജോർജ് ജയിക്കണം. കേരളത്തിൽ വെളിയിൽ എവിടെയെങ്കിലും പോയി നിന്നാലും PC ജോർജ് ജയിക്കുള്ളൂ. PC ജോർജ് ജയിക്കുന്നില്ല, പുള്ളി നിൽക്കുന്നില്ല, അത് ജയിക്കുകയില്ല. പുള്ളി നിൽക്കേണ്ടത് തീരുമാനിച്ചു, അതുകൊണ്ട് ജയിക്കില്ല. സെബാസ്റ്റ്യൻ കുളത്തിന് ചാൻസ് ഉണ്ട്. അത് കേരള കോൺഗ്രസിൻ്റെ ഇടപെടൽ പോലെ ഇരിക്കും. 90% ചാൻസ് ഉണ്ട് ജയിക്കാൻ. ഇപ്പോൾ മതപരമായ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ജയിക്കാൻ സാധ്യത കുറവാണ്. LDF-ലോ UDF-ലോ നിൽക്കുകയാണെങ്കിൽ ജയിക്കുന്നതല്ലാതെ BJP-യിലൂടെ നിൽക്കുകയാണെങ്കിൽ ജയിക്കാൻ സാധ്യത കുറവാണ്. സെബാസ്റ്റ്യൻ കുളത്തിങ്കലോ? സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ആവറേജ് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. എന്നാലും കുറേ വാഗ്ദാനങ്ങളൊക്കെ കുറേ ചെയ്യാനുണ്ട്, അതൊന്നും പുള്ളി ചെയ്തിട്ടില്ല. ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ടാണ്. എന്താണ് അത്? കാരണം ഒന്ന് PC ജോർജിൻ്റെ സംസാരം. അയാളൊരു പൊതുപ്രവർത്തകനായിട്ട് രംഗത്ത് വന്നിട്ട് അവസാനം ആയി തോന്നിയത് പറയുന്നത് നമ്മളെ അൻവറിൻ്റെ മാതിരിയായിപ്പോയി. അൻവറും അതേമാതിരി വന്നുപോയി. സംഭവിച്ചിട്ട് കാര്യമില്ല. അതായത് ഒരു ജനാധിപത്യക്കാരൻ ഒരു മുസ്ലിമിനെ പറ്റിയോ ഹിന്ദുവിനെ പറ്റിയോ ക്രിസ്ത്യാനിയെ പറ്റിയോ സംസാരിക്കേണ്ട രീതിയുണ്ട്. അവരുടെ കൂടെ വോട്ടുണ്ടെങ്കിലേ ഞാൻ അധികാരത്തിൽ വരുള്ളൂ എന്നുള്ള ബോധം വേണം. ആ ബോധത്തോടു കൂടി സംസാരിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പൊക്കോ, അത് പൊക്കോ, ഇതൊന്നും പറയാൻ പാടില്ലാത്തതാണ്. അതൊരു ജനപ്രതിനിധിക്ക് പറ്റിയതല്ലേ. ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പോലും ഞാനൊരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് എന്നതിനകത്ത് തന്നെ അത് പറയാൻ എനിക്ക് തോന്നിയില്ല ഒരു സമുദായത്തെ പറ്റി. അല്ലെ പിന്നെ നമ്മൾ ആ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് മതത്തിന് അടിമയായിട്ട് ജീവിച്ച് അതും പറഞ്ഞുകൊണ്ട് നടക്കണം. അതുപോലെ തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും, യാതൊരു സംശയവും വേണ്ട. ഒരു 100 സീറ്റ്, ഒരു സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റ് കൂടുതലേ കിട്ടുള്ളൂ. കാരണം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 18 മാസത്തെ കുടിശ്ശിക 600 രൂപ കൊടുക്കുക, 6 ലക്ഷം പേർക്ക് കൊടുക്കാണ്ടായിരുന്ന കാശ് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ കയറി ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം ഈ 18 മാസത്തെ കുടിശ്ശിക 600 രൂപയുള്ളത് ഉയർത്താനും അതുപോലെ തന്നെ കൊടുക്കാനും തീരുമാനിച്ചു. ഇപ്പം 84 ലക്ഷം പേർക്കാണ് 1600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കൊടുക്കുന്നില്ല, അത് കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് വരെ അംഗീകരിച്ചിരിക്കുന്നു ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം നല്ല നിലയിലായെന്ന്. അതുപോലെ ആരോഗ്യവകുപ്പ്, ഈ ആരോഗ്യവകുപ്പിനെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സ്ലാവ് ഇടിച്ചു വീണു. അവിടെ കയറിപ്പോകരുതെന്ന് എഴുതി ബോർഡുണ്ടായിരുന്നു. അത് സ്ത്രീ അതിനകത്ത് കയറി. അപ്പം മെഡിക്കൽ സൂപ്രണ്ടിനോട് ചോദിച്ചു ഇതിനകത്ത് ആളുണ്ടോ എന്ന്. അയാൾ പറഞ്ഞപ്പോൾ നിരോധിച്ചിരിക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും കയറുമോ? അപ്പം കയറിയില്ല. അത് ഒരു രാഷ്ട്രീയ മുതലാക്കി VD സതീശനും എല്ലാവരും കൂടെ സമരങ്ങൾ നടത്തി. ഈ സമരത്തിൻ്റെ പുറകിലൊരു നല്ല അജണ്ടയുണ്ട്. കാരണം ജയിക്കില്ല. PC ജോർജിൻ്റെ കാലം പോയി. PC ജോർജ് വായി തോന്നുന്ന വർത്തമാനം പറയുന്നത്. സ്വാപ്പേച്ചാണ് പുള്ളി സംസാരിക്കുന്നത്. പുള്ളി ഞങ്ങളുടെ ചെന്നാടുകോല ഇറങ്ങിയെന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഇപ്പം ചെന്നാടുകോല കണ്ടിട്ട് കുറേ കാലമായി. കാറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകുന്നില്ലാതെ വേറെ യാതൊരു സമ്പർക്കവും ഇല്ല ഈരാറ്റോട്ടെ ചക്കക്കരക്കാരുമായിട്ട്. പുള്ളി ജനിച്ച വീടും ഇവിടുമായിട്ട് 50 മീറ്ററിന് വ്യത്യാസമുള്ളൂ. പുള്ളി ഇപ്പോൾ ഇവിടെ ഇറങ്ങി ജീവിക്കുന്നില്ല. പുള്ളി അങ്ങനെയായി സംഭവം ഉള്ളൂ. വേറെ ഞങ്ങളുമായിട്ടൊന്നും യാതൊരു കെറുവൊന്നുമില്ല. പുള്ളി തന്നെ അങ്ങനെ കെറുവായിട്ട് ഉണ്ടാക്കി വെച്ചു. പുള്ളി ഇവിടെ ഇറങ്ങാതെയായി. സാധാരണ പെരുന്നാളായാലും നോയമ്പായാലും പുള്ളി ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിറങ്ങുകയും പെരുന്നാളിനൊരു 10 രൂപ വെച്ച് പെരുന്നാൾപ്പൊടിയെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ പുള്ളി ഒരു 2-3-4 വർഷമായിട്ട് പുള്ളി ഇല്ല. വേറെ ഞങ്ങൾക്കൊന്നും വിരോധം ഉണ്ടായിട്ടില്ല. പുള്ളി തന്നെ വിരോധമാക്കി വെച്ചായത്. മുസ്ലിം വിരോധം വേറൊന്നുമില്ല. ഈ ഒരു ഇലക്ഷൻ വന്നാലും
സെബാസ്റ്റ്യൻ കുളസങ്കൽ ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ആ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. PC ജോർജ് ഒരിക്കലും ഇപ്പോഴെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ PC ജോർജിനെ മോശമായ രീതിയിലൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മോശമാണ്. വർഗീയമായ നിലപാട് സ്വീകരിക്കുന്ന ആരുടെയും പ്രവർത്തനം മോശമാണ്. മതേതരവാദിയല്ലാത്ത ഒരു രീതിയിലേക്ക് ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുക, ആ സമുദായം പാകിസ്ഥാനിലേക്ക് പോകും. ഞാൻ രണ്ടാമത് എടുത്തു പറയുന്നതിൻ്റെ കാരണം അതാണ് PC ജോർജിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. PC ജോർജിനെ ജനം നല്ല രീതിയിൽ വെറുത്തു മാറ്റി നിർത്തുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. PC ജോർജ് ജയിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി പുള്ളി മത്സരിക്കുമെന്നറിയില്ല. മത്സരിച്ചാൽ തന്നെ ജയിക്കാൻ ചാൻസ് വളരെ കുറവാണ്. 100% ചാൻസ് കുറവാണ്. മത്സരരംഗത്ത് വരാൻ തന്നെ ചാൻസ് കുറവാണെന്നാണ് നമ്മുടെ അഭിപ്രായം. വന്നാലും ജയിക്കത്തില്ല. PC ജോർജ് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കയറി വരും. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് PC ജോർജിന് BJPയുടെ സ്ഥാനാർത്ഥിയായി നിന്നാൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. അന്ന് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചെന്ന് പറഞ്ഞാലും പല രാഷ്ട്രീയ പാർട്ടിക്കാർ ഔദ്യോഗിക സ്ഥാനമില്ലാത്തവരൊക്കെ ഹെൽപ്പ് ചെയ്തു. അതാണ് ആ വിജയത്തിൻ്റെ പിന്നിൽ. പിന്നെ ഒരു സഹതാപ തരംഗമുണ്ടായിരുന്നു അയാളെ ഒഴിവാക്കിയെന്നുള്ളത്. അങ്ങനെയൊക്കെ വന്നാണ് ആ വിജയം കിട്ടിയത്. ഇനി ഇതിപ്പോൾ ഒരു മുസ്ലിം വിഭാഗത്തിന് ഭയങ്കരമായ ജനപിന്തുണ ഉള്ള നേതാവായിരുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെറുക്കുന്ന നേതാവായി മാറി. അതുകൊണ്ട് ഒരു കാരണവശാലും ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.